ഈ പൾസർ സുനിക്ക് ജയിലിലെ ശമ്പളം എന്ന് പറയുന്നത് 63 രൂപയാണ്. 63 രൂപ മുതൽ 100 രൂപ വരെയാണ്. അവിടെ കിച്ചണിൽ ജോലി ചെയ്യുന്ന ആളാണ് ഈ പൾസർ സുനി. 7.5 വർഷമായി ജയിലിൽ കിടക്കും. ഏതാണ്ട് ലക്ഷക്കണക്കിന് കാശ് കൊടുത്ത് 4ാം തവണയും സുപ്രീം കോടതിയിൽ ജാമ്യത്തിന് വേണ്ടി പോകണമെങ്കിൽ പൾസർ സുനിയെ സഹായിക്കുന്ന ആരാണ്? ഇത് പലതവണ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഞാൻ തന്നെ പല തവണ പല മീഡിയകളിലും ഈ ചോദ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. പൾസർ സുനി 250 രൂപയ്ക്ക് വേണ്ടി സ്വന്തം സഹതടവുകാരനായ ജിൻസൺ എന്ന് പറഞ്ഞ ആളിലൂടെ വിളിച്ചു ചോദിക്കുന്നതിന്റെ ഓഡിയോ വരെ പുറത്തു വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ അതെല്ലാം കേൾപ്പിച്ചതാണ്. അങ്ങനെയുള്ള ഈ പൾസർ സുനിക്ക് ഇത്രയധികം ലക്ഷക്കണക്കിന് രൂപ മുടക്കി എങ്ങനെയാണ് ഈ പറഞ്ഞ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള ഈ കാശ് മുടക്കിയത് ആരാണെന്നാണ് ആദ്യം അറിയുന്നത്. അതിന്റെ ആവശ്യകത ആർക്കാണ്? അതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ സർക്കാർ പറയുന്നത് പോലെ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് പൾസർ സുനിയൊന്നുമല്ല. ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് ഇവിടുത്തെ ഇതിനകത്ത് 8ാം പ്രതി എന്നറിയപ്പെടുന്ന ദിലീപ് തന്നെയാണ്. കാരണം 66 പ്രാവശ്യമാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത്. 66 തവണ സുപ്രീം കോടതിയിൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഹർജി കൊടുത്തു. 87 ദിവസത്തോളം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്ത് നീക്കുന്നു. 46 ദിവസത്തോളം ബാലേന്ദ്രകുമാർ എന്ന് പറഞ്ഞ ആളിനെ വിചാരണ ചെയ്തു. 3 കോടതികളിൽ നിന്ന് 3 പ്രാവശ്യം മെമ്മറി കാർഡ് ചോർന്നു പോയിട്ട് ഇന്നേ വരെ അതിന്റെ അന്വേഷണത്തിന് പക്ക ഉത്തരം ഈ കോടതികൾ ആരെങ്കിലും തന്നു? അതെന്താ ആരും ചർച്ച ചെയ്യാതെ? ഒരു പെൺകുട്ടിയുടെ മാനമടക്കുന്ന മെമ്മറി കാർഡിലെ 3 കോടതികളിൽ നിന്ന് പുറത്തു പോയത്. അത് പുറത്തു പോയിട്ട് 2.5 വർഷത്തോളം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് 2.5 വർഷത്തോളം ഇത് പൂഴ്ത്തിവെച്ചില്ലേ? ഇതിന്റെ റിപ്പോർട്ട് അവസാനം പ്രോസിക്യൂഷൻ ചോദിച്ചപ്പോഴാണ് എടുത്ത് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തത്. ഇത് എവിടുത്തെ നിയമമാണ്? എവിടുത്തെ നീതിയാണ്? ഇത് ആരോടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്? ശ്രീ രാഹുൽ ഈശ്വർ കൃത്യമായിട്ടും ഇതിൽ ഒരു ഈ വിചാരണയെ വലിച്ചു നീട്ടി ഇത്രയും എത്തിക്കുകയും അതിന്റെ ആനുകൂല്യം ഇന്ന് പൾസർ സുനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ 8ാം പ്രതിക്ക് ഉത്തരവാദിത്വമുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ കട്ടായിട്ടുണ്ട്. ശ്രീ ബൈജു കൊട്ടാരക്കര ഒരു കാര്യം കൂടി നോക്കൂ. ഇനി എത്രത്തോളം ഈ ഇടപെടൽ നടത്തേണ്ടി വരും? ഒരു സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാർ നൽകിയ അഫിഡവിറ്റ് കാണുമ്പോൾ നമുക്ക് കേഴും. കാരണം ഒരു ഭരണകൂടത്തിന്റെ അഭിഭാഷകൻ ഉള്ള അല്ലെങ്കിൽ അവരുടെ പ്രതിനിധി ഉള്ള സ്ഥലത്ത് ഇൻ ക്യാമറ പ്രൊസീഡിംഗ് ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ട, തിരിഞ്ഞ് ചോദിക്കേണ്ട ആ അഭിഭാഷകൻ പോലും മൗനിയായി മാറിയിട്ടുണ്ട്. പിന്നെ ഒരു അഫിഡവിറ്റ് കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുക. എന്താണ് ഇതിനെ പറയേണ്ടത് ശ്രീ ബൈജു കൊട്ടാരക്കര? ഇതെല്ലാം ഒരു പ്രഹസനം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു പ്രഹസനമാണ് ഈ കാര്യങ്ങൾ മുഴുവൻ. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ഈ പ്രതി ജാമ്യത്തിലിറങ്ങി മുങ്ങുമെന്നുള്ള കാര്യം. പിന്നെ ഇവിടുത്തെ പോലീസ് എന്തിനാ? കേരളത്തിലെ പോലീസ് പിന്നെ എന്തെടുക്കുക? ഇയാൾ മുങ്ങുമെന്ന് മുൻധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത് ശക്തമായി വാദിക്കാനുള്ള കഴിവില്ലേ? അപ്പൊ ഓരോരോ കാര്യങ്ങളിലും ഞാൻ പറഞ്ഞില്ലേ, ഇത് ബൈജു കൊട്ടാരക്കര ഒന്ന് തുടരുന്ന രാഹുൽ ഈശ്വർ വീണ്ടും ചെയ്യുന്നുണ്ട്. രാഹുൽ നേരത്തെ ചോദിച്ചപ്പോൾ താങ്കളുടെ പ്രതികരണം നേടാൻ കഴിഞ്ഞില്ല. അതായത് ഇതിന്റെ ഉത്തരവാദിത്തം 8ാം പ്രതിക്ക് ഉണ്ട് സാർ. രാഹുൽ ഇതിന്റെ ഉത്തരവാദിത്തം 8ാം പ്രതിക്ക് എന്തിനാണുള്ളത്? ഇതിന്റെ ഉത്തരവാദിത്വം 8ാം പ്രതി തമ്മിൽ എന്താ ബന്ധം? പൾസർ സുനിക്ക് ജാമ്യം കിട്ടുന്നതെന്നാണ് നമ്മളെല്ലാം ആഗ്രഹിച്ചത്. ജാമ്യത്തിന്റെ ഈ വിചാരണ അന്തവും കുന്തവും വ്യവസ്ഥയും വെള്ളിയാഴ്ച ഇല്ലാത്ത രീതിയിലേക്ക് വിചാരണ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഉണ്ട് സാർ. ഉണ്ട് ശ്രീ രാഹുൽ, ഉണ്ട്. എന്താണ് വിചാരണ ഉത്തരവാദിത്വം? ഡീറ്റെയിൽ ആയിട്ടൊരു കാര്യം ചെയ്യണ്ടേ? ഒരു കാര്യത്തിൽ മാധ്യമ ട്രയൽ നടത്താൻ പറ്റുമോ? അപ്പൊ യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഇപ്പോൾ കൊടുത്ത ജാമ്യത്തെ ദിലീപിനെതിരെ വൈകാരികപരമായി യൂസ് ചെയ്യാൻ വേണ്ടിയാണ് പലരും ഉപയോഗിക്കുന്നത്. അതായത് എങ്ങനെങ്കിലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനും സുപ്രീം കോടതിയുടെ വിധി പിന്നിൽ പോലും ദിലീപാണെന്ന് പറയാനും വൈകാരികപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നോക്കുകയാണ്. ജനങ്ങൾ അതൊക്കെ കാണും. 1 മാസത്തിനോ മറ്റേ കേസ് തീരും. പ്രധാന കേസിനെ ഒരു കാരണവശാലും ബാധിക്കാനും പോകുന്നില്ല. പ്രധാന കേസിനെ ഒരു തരത്തിലും ബാധിക്കാത്ത ഈ ജാമ്യത്തെ ജാമ്യം കിട്ടണമെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം, സംശയമൊന്നുമില്ല. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ജാമ്യം കൊടുത്തു. സർക്കാർ തീർച്ചയായിട്ടും അതിനെതിരെ അപ്പീൽ പോകണം. ഞാൻ ഒരു ദിലീപിനെ അനുകൂലിക്കുന്ന വ്യക്തി എന്ന നിലയിൽ സർക്കാരിനോട് അഭ്യർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത്, സർക്കാർ തീർച്ചയായും ഇതിനെതിരെ അപ്പീൽ പോകണം. തീർച്ചയായിട്ടും ആ ജാമ്യത്തിനെതിരെ ശക്തമായ നടപടികൾ എടുക്കണം. പക്ഷേ കേസിനെ ഒരു കാരണവശാലും ബാധിക്കാൻ പോകുന്നില്ല. അതും ഇതും എല്ലാം കൂടെ ഒരു ഡെഡ് ലൈൻ ഉണ്ടല്ലോ. അതിനും കഴിഞ്ഞ് പോയി പരമാവധി പോയ ഒരു കേസാണിത്. ബൈജു ഇതൊക്കെയാണ് ബൈജു വീണ്ടും അടുത്ത അപ്പീലുമായി പോകണമെന്നൊക്കെ പറയുമ്പോൾ ട്രയലിനെ അത് ബാധിക്കാൻ പാടില്ല. നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് രാഹുൽ പറയുന്നത്. ബൈജു എന്തോ കേട്ടില്ലായിരുന്നു പ്രജീഷ്? അല്ല സർക്കാർ അപ്പീൽ പോകണം മേൽക്കോടതിയിലേക്ക് എന്നാണ് രാഹുൽ പറയുന്നത്. ദിലീപിന്റെ പിന്തുണയ്ക്കുന്ന ആളെന്ന നിലയിൽ കൂടിയാണ് അദ്ദേഹം പറയുന്നത്. കേട്ട് കാണും മറുപടി. സർക്കാരിന് എങ്ങനെ അപ്പീൽ പോകണമെന്നാണ് പറയുന്നത്? സുപ്രീം കോടതി വിതരപ്പുറത്തിന് എവിടെ അപ്പീൽ? അവിടെ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാനോ? സുപ്രീം കോടതി റിവ്യൂ പോകണമെന്നാ പറയുന്നത്. റിവ്യൂ നടക്കുന്ന കാര്യമല്ലോ പറയട്ടെ പ്രജീഷ്.
ഇതൊക്കെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സൂത്രം തന്നെയല്ലേ? ഇത് നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഇന്നത്തെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ. അത് കാണുമ്പോൾ നമുക്കറിയാം. സംസ്ഥാന സർക്കാർ ഇപ്പോഴത്തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പൾസർ സുനി മുങ്ങും. എവിടോട്ട് മുങ്ങും? പിന്നെ കേരളത്തിലെ പോലീസുകാരെന്താ മേലോട്ട് നോക്കിയിരിക്കുകയാണോ പൾസർ സുനി മുങ്ങും നോക്കിയിട്ട്? അതുപോലെ പൾസർ സുനി ദൃശ്യങ്ങൾ പുറത്താക്കും. ഈ ദൃശ്യങ്ങളല്ലേ 3 കോടതിയിൽ നിന്ന് പുറത്തു വന്നത്. അവിടുന്ന് ഈ മെമ്മറി കാർഡ് ആക്സസ് ചെയ്തിട്ട് എന്തെങ്കിലും തീരുമാനമായി ഇത്രയും കാലം? അതിനെക്കുറിച്ച് ആരും സംസാരിക്കാത്തത്. അതുപോലെ തന്നെ ഈ പൾസർ സുനിക്ക് സുപ്രീം കോടതി പോലുള്ള പണം എവിടുന്ന് കിട്ടിയെന്ന് ആരെങ്കിലും അന്വേഷിച്ചോ? ഏതെങ്കിലും ഏജൻസി അന്വേഷിച്ചോ? പോലീസ് അന്വേഷിച്ചോ? അപ്പോ ഇതെല്ലാം ഇതിനകത്ത് പൾസർ സുനി ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന മറ്റൊന്നുമല്ല. പൾസർ സുനി ഇതിലെ ബാക്കി പ്രതികളുമായിട്ട്, ബാക്കി ഏത് പ്രതിയാണെന്ന് ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ പ്രതികളുമായി ഇയാൾ ചേർന്ന് പല വെളിപ്പെടുത്തലുകളും ഈ കേരളത്തിലുണ്ടാവും. യാതൊരു സംശയവുമില്ല. ആ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവും. ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യും. കാര്യത്തിൽ 1-ാം പ്രതിയാണ് അയാൾ. ഈ കേസിൽ പ്രബലന്മാരായി നിൽക്കുന്ന ആളുകളെ, 8-ാം പ്രതി ഉൾപ്പെടെയുള്ള ആളുകളെ സഹായിക്കാനായി പൾസർ സുനി 100% രംഗത്ത് വരും. അല്ലെങ്കിൽ ശരി അങ്ങനെ ഒരു കൺസേൺ ആണ് ബൈജു കൊട്ടാരക്കരയും രേഖപ്പെടുത്തുന്നത്. ബൈജു കൊട്ടാരക്കര, രാഹുൽ ഈശ്വർ.